വെയിലും മഴയും മഞ്ഞുമേറ്റ് 37 വർഷങ്ങൾ എന്നിട്ടും ആ അലൂമിനിയം കുടയ്ക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. വടകരയുടെ ഹൃദയഭാഗത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുകളിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ആ കുടയ്ക്ക് പിന്നിൽ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു അധ്യാപകന്റെ കഠിനാധ്വാനത്തിന്റെ കഥയുണ്ട്. യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഒരു തപസ്യ പോലെ ആ കുട നിർമ്മിച്ച കൃഷ്ണൻ മാസ്റ്റർ എന്ന അധ്യാപകനെ വടകരക്കാർക്ക് മറക്കാനാവില്ല. വടകരയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അടയാളപ്പെടുത്തലുകളിൽ ഈ ചരിത്ര സ്മാരകത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. 1989 ഓഗസ്റ്റ് 15 വടകര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഗാന്ധി പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത്. അന്ന് പ്രതിമയുടെ അനാവരണം നിർവഹിച്ചപ്പോൾ തന്നെ ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. മഴയും വെയിലും കൊണ്ട് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ നശിച്ചു പോകാൻ മുകളിൽ ഒരു കുട വേണം. എന്നാൽ സാങ്കേതികമായ ചില കാരണങ്ങളാൽ മറ്റു വലിയ സ്ഥാപനങ്ങൾക്കൊന്നും ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് വടകര JTSലെ അധ്യാപകനായിരുന്ന കെ കൃഷ്ണൻ മാസ്റ്റർ ഈ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുകളിൽ സ്ഥാപിക്കുന്ന കുടയായതിനാൽ അത് മികച്ച രീതിയിലും ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലും നിർമ്മിക്കണമായിരുന്നു. തന്റെ കഴിവിനും സാങ്കേതിക വൈവിധ്യവും പൂർണ്ണമായി ഉപയോഗിച്ച് 1989 ഓഗസ്റ്റ് മാസത്തിൽ കൃഷ്ണൻ മാസ്റ്റർ ആ കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഒരു തപസ്യ പോലെയാണ് മാസ്റ്റർ ഈ നിർമ്മാണ പ്രക്രിയയിലൂടെ കടന്നുപോയത്. ഒടുവിൽ അതേ വർഷം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധി പ്രതിമയ്ക്കൊപ്പം ഈ കുടയും നാടിന് സമർപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 37 വർഷമായി വടകരയിലെ കഠിനമായ വെയിലും മഞ്ഞും കാലവർഷവുമെല്ലാം ഏറ്റുവാങ്ങിയിട്ടും ഈ അലൂമിനിയം കുടയ്ക്ക് ഇന്നുവരെ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നത് കൃഷ്ണൻ മാസ്റ്റർ എന്ന അധ്യാപകന്റെ നിർമ്മാണ മികവിന്റെ ജീവിക്കുന്ന തെളിവാണ്. യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ ഒരു സേവനമെന്നോണമെന്നാണ് മാസ്റ്റർ അന്ന് ഈ കുട നിർമ്മിച്ചു നൽകിയത്. വടകരയുടെ അടയാളമായി മാറിയ ഈ കുട നിർമ്മിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട കൃഷ്ണൻ മാസ്റ്റർക്ക് അർഹമായ ഒരു പരിഗണനയോ അംഗീകാരമോ ഒരു ഔദ്യോഗിക അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും തൻ്റെ പ്രവൃത്തിയിൽ പൂർണ്ണമായി അഭിമാനം കൊള്ളുന്ന ഈ അധ്യാപകൻ ഇപ്പോൾ വില്യാപ്പള്ളി പൊന്മേരിയിലെ വീട്ടിൽ ഭാര്യ PK ജാനുവിനൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ്. 1989 ആഗസ്റ്റ് 15 ഇത് ഉദ്ഘാടനം നടത്തി. ഈ കൊട മന്ത്രി ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്ന അദ്ദേഹം വടകരൻ്റെ MLA ആണ്. പിന്നെയാണ് അദ്ദേഹം ഒരു MLA ആണ് ഇത് ഉദ്ഘാടനം നടത്തി ചന്ദ്രശേഖരൻ. അപ്പം ബാലക്കുറുപ്പ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലക്കുറുപ്പ് ഇതിൻ്റെ പ്രേരണ കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം. വടകര JTS അലൂമിനിയം ഷീറ്റിലാണ് ഇത് ഉണ്ടാക്കിയത്. വടകര JTS എന്നായിരുന്നു. ഞാൻ JTSൽ നിന്ന് അധ്യാപകനാണ് സെക്ഷനിൽ. അങ്ങനെ ബാലക്കുറുപ്പിൻ്റെ നിർബന്ധത്തിന് എന്നിട്ടാണ്. ഒരു പൈസ പോലും ഇല്ല, ഫ്രീ ആയിട്ട് ചെയ്തതാണ് ഈ JTS സെക്ഷനിൽ. പൈസേൻ്റെ പരിപാടിയേ ഇല്ല, ഫ്രീ ആയിട്ട്. പക്ഷെ ഇപ്പം ഒരു അഭിമാനമുണ്ട്. കാരണം 37 വർഷം ഈ നാട്ടിലെ ജനങ്ങളിൽ ഇങ്ങനെ പോകുന്നതും വരുന്നതും കാണുന്നതുകൊണ്ട് അതിലെനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രപിതാവിനായതുകൊണ്ട് അതൊരു അഭിമാനമുള്ള കാര്യമാണല്ലോ. അവനവൻ്റെ കൈ കൊണ്ടൊന്നും ഉണ്ടാക്കിയത്. കൃത്യമായ അറ്റകുറ്റപ്പണികളും പരിപാലനവും നടത്തിയാൽ ഇനിയും തലമുറകൾക്ക് സാക്ഷിയായി ഈ കുട ഗാന്ധി പ്രതിമയ്ക്ക് തണലായി നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കൃഷ്ണൻ മാസ്റ്റർ.